ഹലോ ഗായ്സ്, അങ്ങനെ ഞാനും ലബൂബും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചൈനയിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള വൻമതിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് ഗായ്സ് ഇതെല്ലാം. ചൈന സത്യം പറഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾക്ക് വൻമതിലിന്റെ മുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന കേബിൾ കാറിൽ കയറിയിട്ട് വേണം പോവാൻ. എനിക്ക് ഹൈറ്റ് അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേബിൾ കാറിലിരിക്കുമ്പോൾ. അങ്ങനെ നമ്മള് മുകളിലെത്തി അവിടെ കുറച്ചു നേരം നടന്നു. പിന്നെ ലബൂബുമായിട്ട് കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴുണ്ട് ഗൈസ്, ദാ വരുന്നു നമ്മുടെ ലബൂബുവിന്റെ ചൈനയിലുള്ള ഫ്രണ്ട്. അങ്ങനെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോഴാണ് ഗൈസ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ലബൂബു ആക്ച്വലി ലൂസിഫർ ആണ്. എനിക്ക് പേഴ്സണലി ഉണ്ടായ കുറച്ച് അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞ നമ്മുടെ ലബൂബു ആളത്ര ശരിയല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കഥകളൊക്കെ കേട്ടപ്പോ ഞാൻ അവിടെ വെച്ച് നമ്മുടെ ലബൂബുവിനെ ഉപേക്ഷിച്ചു ഗൈസ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരും വീഡിയോയിൽ പറയാം. ഇപ്പോ നമ്മുടെ ചൈനീസ് ട്രിപ്പ് നടക്കട്ടെ എന്തായാലും. അങ്ങനെ അവിടെ കുറേ നേരം നടന്നപ്പോഴേക്കും എനിക്ക് വിശന്നു ഗൈസ്. അതുകൊണ്ട് ഞാനൊരു സുഷി റെസ്റ്റോറന്റിൽ കയറി സുഷിയും പിന്നെ മോച്ചി ഐസ്ക്രീമും വാങ്ങിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഗൈസ് ഞങ്ങൾ പോയത് ഒരു ചൈനീസ് ട്രഡീഷണൽ ഇവന്റിന്. സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഇവന്റ്. നോക്കി ആ ചൈനക്കാരൻ കാണിക്കുന്നത് കണ്ടോ ഗൈസ്, ഇത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ ഇവന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് രാത്രിയായി ഗൈസ്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ആ ഇവന്റ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ട്രീറ്റിൽ കൂടെ ചെറിയൊരു വോക്കിന് പോയി. അങ്ങനെ കുറച്ചു നേരം നടന്നപ്പോഴേക്കും എനിക്ക് വീണ്ടും വിശന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുത്തെ ട്രഡീഷണൽ സീ ഫുഡ് റെസ്റ്റോറന്റിൽ കയറി. സീ ഫുഡ് റെസ്റ്റോറന്റിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഗൈസ് ഇതെല്ലാം. കണ്ടോ, പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ. ബേബി ഓയിസ്റ്റർ, ക്രാബ്, ഇതൊരു പ്രത്യേകതരം ക്രാബ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ക്രാബ്, പിന്നെ പ്രോൺസ്, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ്. പിന്നെ ദാ ഈ ഒരു സാധനത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഗൈസ്? ഈ ഒരു സ്നെയിലിനെ നോക്കിയ ഗൈസ്, അടിപൊളിയല്ലേ? പിന്നെ ഇതെന്താണെന്നറിയോ? നമ്മുടെ കോഴിയുടെ കാലിലത്തെ വിരലുകൾ. പിന്നെ ദാ ഈ കാണുന്നത് എല്ലാം പച്ചയ്ക്ക് കഴിക്കാനാണ്. ഒന്നും നമ്മൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ ഇന്നത്തെ ഡിന്നർ ഫ്ലോപ്പായി ഗൈസ്. ആരുമില്ല, എന്താണെങ്കിലും ഡയറ്റ് അല്ലേ, അപ്പം അതുകൊണ്ട് സമാധാനിക്കാം.